ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2253. ഇന്ന് മാർച്ച് മാസം 2-ാം തീയതി. ഈ ആണ്ടിലെ 61-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 15-ാം ദിനം. ഒരാൾ മറ്റൊരാൾക്ക് കാവലാകുക എന്നൊക്കെ ഇങ്ങനെ നല്ല വാക്കുകൾ പ്രഘോഷിക്കാനായിട്ട് ഏതൊരാൾക്കും സാധിക്കും. വളരെ എളുപ്പമാണ്. അതിന് സഹായകരമായ വിധത്തിൽ വേദഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരണികളൊക്കെ കണ്ടെത്താനും പറ്റും. പ്രായോഗിക ജീവിതത്തിൽ എന്തുമാത്രം ഒരാൾക്കിത് പൂർത്തീകരിക്കാൻ പറ്റും. ഓരോരുത്തരും അവരിന് സഹജീവിക്ക് തൻ്റെ സഹോദരന് കാവൽ നിൽക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവന്റെയും അവൻ്റെ സ്വകാര്യതയുടെയും സൽപ്പേരിന്റെയും നന്മയുടെയും ഒക്കെ കാവലാൾ ആകുക എന്നതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ഒരാളുടെ ഇടർച്ചകളെ നമ്മൾ എങ്ങനെ അപ്പോൾ കണ്ടു തുടങ്ങണം? ഒരാളുടെ ഇടർച്ചകളെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം? വഴിതെറ്റി തന്നെ തിരികെ കൊണ്ടുവരേണ്ടതും ഇടയന്റെ ധർമ്മമല്ലേ? 99 ആടുകളെയും അവിടെ തന്നെ നിർത്തിയിട്ട് കളഞ്ഞുപോയ, കാണാതെ പോയ, എവിടെയോ ഇടറി കുരുങ്ങി, എവിടെയോ കുടുങ്ങിപ്പോയ ഒരാടിനെ അന്വേഷിച്ചിറങ്ങിയ യേശു എന്ന ഇടയനെ നമ്മൾ എത്ര വേഗം വിസ്മരിച്ചു പോയി. ആരാണ് മറന്നുപോയത്? യേശുവിൻ്റെ ഭക്തരെന്ന് അഭിമാനിക്കുന്ന, ഇതുവരെയും ശിഷ്യരാകാനായിട്ട് ഉൾക്കാമ്പൊന്നുമില്ലാത്ത നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുയേശു അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവരൻ്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഏർപ്പെടേണ്ട പാവനമായ ഒരു കർമ്മമാണ്. നീയും അവനും മാത്രമായിരിക്കുമ്പോഴാണ് തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതെന്നുകൂടി പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും തിരുത്തലുകൾ എന്തുമാത്രം പരസ്യമായിട്ടാണ്. അതിങ്ങനെ അവഹേളിക്കാനും അപമാനിക്കാനും അപായപ്പെടുത്താനും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരുടെ ലക്ഷ്യം. ഗാഢമായ സ്നേഹവും ആദരവും ഉള്ളവർക്ക് മാത്രമേ മറ്റൊരാളുടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കരുതാൻ പോലും ആവില്ല, നിർവഹിച്ച് തുടങ്ങാൻ പോലും സാധിക്കും. നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന നോവലൊക്കെ ഇന്ന് വായിക്കേണ്ടതാണ് ഈ നോമ്പുകാലത്ത്. വളരെ ചെറിയൊരു പുസ്തകമാണ്. അതിനകത്തൊരു ഗോവിന്ദനുണ്ട്. അസാധാരണമായ ഒരു കൂട്ടിരിപ്പ് ഗോവിന്ദന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരാൾക്ക് കൂട്ടിരിക്കേണ്ടി വരികയാണ്. അസാധാരണമായിരുന്നു. ഒരിക്കൽ അയാൾ തൻ്റെ സഹസന്യാസികളോടൊത്ത് ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. വഴിയേരിയിൽ ഒരാൾ ഗാഢമായി നിദ്രയിലാണ്. അത് കണ്ടതോടുകൂടി ഗോവിന്ദനാകെ അസ്വസ്ഥനായി. ഈ വനത്തിൽ ഒറ്റക്കൊരാൾ ഇങ്ങനെ ബോധം കെട്ട് ഉറങ്ങിയാലുണ്ടാകുന്ന അപകടമോർത്ത് അയാൾ മാത്രം യാത്ര നിർത്തുകയാണ്. സഹസന്യാസികളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴും അപരിചിതനായ ആ മനുഷ്യന് അയാൾ കൂട്ടിരിക്കുകയാണ്. എപ്പോൾ വരെയാണ്? അയാൾ ഉണരുന്നത് വരെ. അപരിചിതനായ ആ മനുഷ്യന് ഗോവിന്ദൻ കൂട്ടിരിക്കുക, അയാൾ ഉണരുന്നത് വരെ. ആരാണെന്ന് നോക്കാതെ, അയാളുടെ നന്മതിന്മകളൊന്നും പരിഗണിക്കാതെ കുറച്ചും കൂടി കൂട്ടുപോകാനായിട്ട് സാധിച്ചാൽ ഏതൊരാളും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ക്രിസ്തുയേശു കാണിച്ചു തന്ന മാതൃക പോലെ. ആമേൻ.